പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി NCERT രംഗത്ത്. സംഗീതവുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയതെന്നാണ് NCERTയുടെ വിശദീകരണം. പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് നൽകിയതിനെ മന്ത്രി വിമർശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം വലിയ രീതിയിലുള്ള വിമർശനം മന്ത്രി ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു മറുപടിയാണ് NCERT നൽകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? ജയലക്ഷ്മി, ഈ NCERT പുറത്തിറക്കുന്ന ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് നൽകുന്നതിനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി വിമർശിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് ലംഘനമാണെന്നും ഈ ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണെന്നുമായിരുന്നു ശിവൻകുട്ടിയുടെ പ്രധാനമായും ഉണ്ടായിരുന്ന വിമർശനം. ശിവൻകുട്ടി അതുപോലെ തന്നെ പറഞ്ഞിരുന്നത് ഹിന്ദി സംസാരിക്കാത്ത കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായവും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഈ ശിവൻകുട്ടിയുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോൾ NCERT ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. ഈ NCERT പറയുന്നത് ഈ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് നൽകിയ തലക്കെട്ടുകൾ എല്ലാം തന്നെ സംഗീതവുമായി ബന്ധമുള്ളത് എന്നതാണ്. അതായത് ബാൻസുരി, മൽഹാർ, സാരംഗി, മൃദംഗ്, വീണ, സന്തൂർ, പൂർവി, ഖ്യാൽ, ദീപകം തുടങ്ങിയ തലക്കെട്ടുകളായിരുന്നു ഇത് നൽകിയിരുന്നത്. ഇതിനെല്ലാം സംഗീതവുമായി, അതായത് ഈ തലക്കെട്ടുകൾക്കെല്ലാം തന്നെ സംഗീതവുമായി ബന്ധമുള്ളതാണ് എന്നാണ് NCERT ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തെ സംഗീത പാരമ്പര്യം എല്ലാ സ്ഥലങ്ങളിലും ഒന്നുപോലെയാണ് എന്നും NCERT പറയുന്നുണ്ട്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഈ തലക്കെട്ടുകളിൽ മാറ്റം വരുത്തിയതെന്നാണ് NCERTയുടെ വിശദീകരണം. ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് മാത്രമല്ല, മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിലും ഇതുപോലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് NCERT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ഗണിത് പ്രകാശ് എന്നാണ്. നേരത്തെ മാത്തമാറ്റിക്സ് പരീക്ഷ ഈ പുസ്തകങ്ങൾക്കൊന്നും തന്നെ തലക്കെട്ട് അങ്ങനെ നൽകിയിരുന്നില്ല. ഈ ഗണിത് പ്രകാശ് എന്ന തലക്കെട്ട് നൽകിയത് ഇന്ത്യയുടെ ഈ മാത്തമാറ്റിക്സിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആര്യഭട്ട, ഭാസ്കരാചാര്യ, ബ്രഹ്മഗുപ്ത, S രാമാനുജൻ തുടങ്ങിയ പ്രമുഖരുടെ ഈ സേവനം, അതായത് ഭാരതീയർ നൽകിയിരിക്കുന്ന മാത്തമാറ്റിക്സിന് നൽകിയ സേവനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തലക്കെട്ടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാണ് NCERT ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും ശിവൻകുട്ടിയുടെ NCERT മന്ത്രിക്ക് ഒരു മറുപടിയാണ് ഇപ്പോൾ NCERTയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയതെന്നാണ് NCERT വിശദീകരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.